പുസ്തകം 30 അധ്യായം അതിൻ്റെ 21 വാക്യം. എസ്കേൽ പ്രവാചകന്റെ പുസ്തകം 30 അധ്യായം 21 വാക്യം വായിച്ചാട്ടെ. മനുഷ്യപുത്ര, മിസ്രയീം രാജാവായ ഫറവോന്റെ ഭുജത്തെ ഞാൻ ഒടിച്ചിരിക്കുന്നു. അത് വാൾ പിടിപ്പാൻ തക്കവണ്ണം ശക്തി പ്രാപിക്കേണ്ടതിന് അതിന് മരുന്ന് വെച്ച് കെട്ടുകയില്ല, ചികിത്സ ചെയ്യുകയുമില്ല. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദാംശമാണ് നമ്മൾ വായിച്ച് കേട്ടത്. അപ്പോൾ നമുക്കറിയാം, എഗസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിനകത്ത് പ്രവാചകന്മാരിൽ വലിയ പ്രവാചകനായിരിക്കുന്ന എഗസ്കേൽ പ്രവാചകന് ദൈവം കൊടുത്തിരിക്കുന്ന അരുളപ്പാടെന്ന് രാത്രി നമ്മൾ വായിച്ച് കേട്ടിരിക്കുകയാണ്. ഓരോ വാക്കിനകത്തും 1000 ദൂതുകളും വിടുതലുകളും ആമേൻ ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പുസ്തകമാണ് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകവും, യെശയ്യാ പ്രവാചകന്റെ പുസ്തകവും, മലാക്കി പ്രവാചകന്റെ പുസ്തകവും, മീഖാ പ്രവാചകന്റെ പുസ്തകവും, ഹക്കായി പ്രവാചകന്റെ പുസ്തകവും, ആമേൻ നമ്മളിപ്പോൾ വായിച്ച സ്തോത്രം എഗസ്കേൽ പ്രവാചകന്റെ പുസ്തകവും. ഈ പുസ്തകത്തിനകത്തെല്ലാം നമ്മൾ പരിശോധിക്കുമ്പോൾ ആയിരക്കണക്കിന് ദൂതുകളാണ് ഒരു വാക്യത്തിനകത്ത് നിറഞ്ഞു നിൽക്കുന്നത്. നോക്കൂ, ആമേൻ സ്തോത്രം. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തന പുസ്തകത്തിനകത്ത് മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഫറവോന്റെ പേരിനെ പ്രവാചകനായിരിക്കുന്ന എഗസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 30 അധ്യായം, 31 അധ്യായം, 32 അധ്യായം, 33 അധ്യായമൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ഒരു വലിയ വിശാലതയോടെ ദൈവരാജ്യത്തിന് ജനത്തിന് വേണ്ടി കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ നൽകപ്പെട്ടിരിക്കുന്ന ദൈവിക ചിന്തകളും ആലോചനകളും 1000 ദൂതുകളും വിടുതലുകളും അടങ്ങിയിരിക്കുന്ന സത്യവേദ പുസ്തകത്തിലെ കാതലായ ഒരു ഭാഗമാണ് നമ്മളിവിടെ വായിച്ച് കേട്ടത്. സ്തോത്രം. 33 അധ്യായം നമ്മൾ പഠിക്കുമ്പോഴും 31 അധ്യായം നമ്മൾ പഠിക്കുമ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത് ഒത്തിരി ദൂതുകളാണ്. സ്തോത്രം. എന്നാൽ 30 അധ്യായം നമ്മൾ വായിച്ച വാക്യം ഇതാണ്: മനുഷ്യപുത്ര, മിസ്രയീം രാജാവായ ഫറവോന്റെ ഭുജത്തെ ഞാൻ ഒടിച്ചിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഈ ഞാനെന്ന് പറയുമ്പോൾ പഴയ നിയമത്തിൻ്റെ ഒരു പദമാണ് യഹോവയായ ദൈവം. പ്രൈസ് ദി ലോർഡ്. പലയിടത്തും ഞാനല്ലാതെ വേറൊരു ദൈവം ഇല്ല. സ്തോത്രം. ഞാൻ എന്ന് പറഞ്ഞ ഒത്തിരി പദങ്ങൾ, ഒത്തിരി വാക്കുകൾ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. യഹോവയായ ദൈവം തന്നെ കൊണ്ട് തന്നെ ആണയിട്ട് പറഞ്ഞിട്ടുണ്ട്. അല്ലേ? ഞാനാണ്. ആമേൻ. അല്ലേ? അങ്ങനെയല്ലേ കർത്താവ് പറഞ്ഞത്? ഞാനാണ് എന്ന് പറഞ്ഞ് ഏലിയാവിനെ ബലപ്പെടുത്തി. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നമ്മെ ബലപ്പെടുത്തുകയാ ദൈവം. എന്താണ്? ഇനിയും നീ ഫറവോനെ പേടിച്ച് ഒതുങ്ങിയിരിക്കുകയാണോ? ഇല്ല, ഞാൻ അവൻ്റെ ഭുജത്തെ ഒടിച്ചിരിക്കുകയാണ്. നിനക്ക് നേരെ എഴുന്നേറ്റ ഭുജം, നിനക്ക് നേരെ, നിന്റെ കുടുംബത്തിന് നേരെ, നിന്റെ മിനിസ്ട്രിക്ക് നേരെ, നിന്റെ ഉപജീവന വഴിക്ക് നേരെ, നിന്റെ തലമുറയ്ക്ക് നേരെ, നിന്റെ കുടുംബത്തിന് നേരെ, നിന്റെ യാത്രയ്ക്ക് നേരെ ഉയർന്നിരിക്കുന്ന ഭുജത്തെ ഇന്ന് രാത്രി ഒന്നുകൂടെ എഗസ്കേൽ പ്രവാചകൻ പറയുന്നു, നീ ബലപ്പെട്ടിരിക്കുക, ഞാൻ അതിനെ ഒടിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒരു നല്ല ഒരു സ്തോത്രം പറഞ്ഞ് ഞാൻ അതിനെ എന്ത് ചെയ്തിരിക്കുന്നു? ഒടിച്ചിരിക്കുക. ഹല്ലേലൂയ. ഇനി എത്ര ശ്രമിച്ചാലും അതെന്ത് ചെയ്യത്തില്ല. ദൈവം ഒടിച്ചു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യത്തില്ല അറിയുമോ? അതൊരിക്കലും ബലം പ്രാപിക്കത്തില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവം ആ കരത്തെ ഒടിച്ചിരിക്കുക. അതുകൊണ്ടല്ലേ നമ്മൾ ആ കരത്തെ പിടിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വേദപുസ്തകത്തിനകത്ത് പറയുന്നു, ഇന്ന് രാത്രിയിൽ അവിടെ നോക്കിയേ, ഞാൻ അവന്റെ ഭുജത്തെ എന്തിരിക്കും? പേര് വരെ പറഞ്ഞിരിക്കുക. മിസ്രയീം രാജാവ്, തെറ്റിപ്പോകാതിരിക്കാനാ. മിസ്രയീം രാജാവായ ഫറവോന്റെ ഭുജത്തെ ഞാൻ ഒടിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ആ പദം നോക്കിയേ, മിസ്രയീം രാജാവ്. അപ്പോൾ അവൻ രാജാവാണ്. പ്രൈസ് ദി ലോർഡ്. ആ രാജഭരണത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ആ അനിഷ്ട
അനിഷ്ടമായത് ദൈവജനത്തിന് വിരോധമായി ചെയ്ത് തുടങ്ങിയപ്പോൾ ദൈവം അവനെ സന്ദർശിച്ചു. സ്തോത്രം പറ. ആമേൻ. ദൈവസഭയ്ക്ക് നേരെ, ദൈവമക്കൾക്ക് നേരെ അനിഷ്ടമായത് അവൻ ചിന്തിച്ച് അവന്റെ അന്തഃപുരത്തിനകത്ത്, ആമേൻ, ഹല്ലേലൂയ, അവന്റെ ആമേൻ കട്ടിൽ ബെഡ്റൂമിനകത്ത് അവൻ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ യഹോവയായ ദൈവം മോശയുടെ നടുവിൽ വെളിപ്പെടുക. എവിടെയെന്നറിയാമോ വെളിപ്പെട്ടത്? ആമേ കർമ്മേലിന്റെ കൊടുമുടിയിൽ വെളിപ്പെട്ടു. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ നീ ഉറങ്ങുമ്പോൾ, നീ പ്രൈസ് ദി ലോർഡ്, ആമേൻ, മറ്റൊരു ഭാഗത്ത് മുഴങ്കാലിൽ പ്രാർത്ഥിക്കുമ്പോൾ, ആമേൻ, മാളികമുറിയുടെ അന്തഃപുരത്തിനകത്ത്, ആമേൻ, ഒരു വിശ്വാസിക്ക് നേരെ, ഒരു ആത്മീകന് നേരെ ശത്രു പഴുതുകൾ മെനയുമ്പോൾ സ്വർഗം അവിടെ ഇരുന്നു കൊണ്ട് നോക്കി അവനെ കെട്ടുന്ന രാത്രിയാടുന്ന രാത്രി. ആമേ സ്തോത്രം. എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റും? നിന്റെ മുഴങ്കാലിലെ പ്രാർത്ഥനയുണ്ടല്ലോ, നിന്റെ കണ്ണുനീരുണ്ടല്ലോ, നിന്റെ സമർപ്പണമുണ്ടല്ലോ, നിന്റെ ആരാധനയുണ്ടല്ലോ, അത് നിന്റെ കുടുംബത്തിനകത്ത് ഏതെങ്കിലും ഒരു കോണിൽ ആമേ കീറിയ പായുമെടുത്ത് വിരിച്ച് അവിടെ നിന്റെ മുഴങ്കാൽപ്പടി നീ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിനക്ക് വിരോധമായി അന്തഃപുരത്തിനകത്ത് വലിയൊരു സൈന്യത്തിനകത്ത്, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, വലിയ പദ്ധതികൾ മെനഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥന സ്വർഗത്തിലെ കവാടങ്ങളെ തുറന്ന് നിനക്ക് വേണ്ടി ഇന്ന് രാത്രിയിൽ ഫറവോനെ, അവന്റെ ഭുജത്തെ ഒടിക്കുന്ന ഒരു ദൈവം ഇതിനകത്തുനിന്ന് രാത്രി ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. എനിക്ക് ആ ഭാഗം വളരെ ഇഷ്ടമായി. ഹല്ലേലൂയ, സ്തോത്രം. അടുത്ത് നോക്കിക്കേ, അടുത്ത വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ. അവിടെ ഇങ്ങനെ വായിച്ചു, അത് വാൾ പിടിപ്പാൻ തക്കവണ്ണം ശക്തി പ്രാപിക്കേണ്ടതിന് അതിന്, ആമേ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേ, ഇനി എന്ത് ചെയ്തിട്ടില്ല, ഒരിക്കലും കഴിയത്തില്ല. സ്തോത്രം. എത്രത്തോളം ഇനി വാൾ പിടിക്കാൻ അവൻ ശ്രമിച്ചാലും ദൈവം അവനെ ഒടിച്ചെങ്കിൽ, ദൈവം അവനെ ഉന്മൂലനാശം ചെയ്തെങ്കിൽ ഇനി നിനക്കെതിരെ, നിന്റെ പ്രാർത്ഥനയ്ക്കെതിരെ, നിന്റെ കുടുംബത്തിനെതിരെ ഒരിക്കലും അവന് വാൾ പിടിക്കാൻ കഴിയില്ല. അത്ര ശക്തമായി ദൈവം ഇടപെടുകയാ. ഇന്ന് രാത്രി ആരോടൊക്കെയോ ദൈവാത്മാവ് പറയുന്നു, നിന്റെ യാത്രകളെ കണ്ട് അസൂയപ്പെടുന്ന, നിന്റെ ഉയർച്ചകളെ കണ്ട് അസൂയപ്പെടുന്ന, നിന്റെ ആരോഗ്യത്തെ കണ്ട് അസൂയപ്പെടുന്ന, നിന്റെ പ്രവർത്തനങ്ങളെ കണ്ട് അസൂയപ്പെടുന്ന, ആമേ സ്തോത്രം, ഫറവോന്റെ ശക്തികളെ ഇന്ന് രാത്രി പ്രാർത്ഥനാ മുറിയിൽ നിന്റെ അല്പമായ പ്രാർത്ഥനകളിലും കണ്ണുനീരുകളിലും അതിനെ മുറിച്ചു കളയുന്ന, ഒടിച്ചു കളയുന്ന ഒരു ദൈവം ഇന്ന് രാത്രി ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ആമേൻ. ദൈവകുഞ്ഞേ, പലപ്പോഴും ശ്രദ്ധിക്കണം, ഇന്നത്തെ പ്രാർത്ഥനയിൽ നമുക്ക് മറുപടി കിട്ടിയില്ലെങ്കിൽ ഭാരപ്പെടണ്ട കേട്ടോ. ആമേൻ. നാളെ ആ പ്രാർത്ഥനയ്ക്ക് മറുപടിയാ. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് ചിലപ്പോൾ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചില്ല എന്ന് വെച്ച് ഭാരപ്പെടണ്ട. നാളെ അതിനകത്ത് ഒരു മറുപടിയുണ്ട്. സ്തോത്രം. അടുത്തൊരു വാക്യത്തിലേക്ക് വരാമോ? പ്രൈസ് ദി ലോർഡ്. ആമേൻ, ആമേൻ. യെഹെസ്കേലിന്റെ പുസ്തകം 2-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, 2-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ പ്രാരംഭത്തിൽ തന്നെ ഒരു വാക്കുണ്ട് കേട്ടോ. അവിടെ ഇങ്ങനെ വായിക്കുന്നത്, അവൻ എന്നോട്, സ്തോത്രം, ആരാ? കർത്താവ് യെഹെസ്കേലിനോട് പറയുക, മനുഷ്യപുത്ര എന്ത് ചെയ്യണം? നിവർന്നു നിൽക്കണം. സ്തോത്രം. ഇന്ന് രാത്രി, ആമേൻ, യെഹെസ്കേലിനോട്, യെഹെസ്കേലിൽ നീ എന്ത് ചെയ്യണം? നിവർന്നു നിൽക്കണം. സ്തോത്രം. ഹല്ലേലൂയ, ആമേൻ. ഞാൻ നിന്നോട് സംസാരിക്കും എന്ന് കൽപ്പിച്ചു. ഹല്ലേലൂയ. ഒരു കൽപ്പനയാ. ഞാൻ നിന്നോട് ഇന്ന് രാത്രി എന്ത് ചെയ്യും? സംസാരിക്കും. നിന്നെ നടു ഒടിഞ്ഞവനായി നീ ഒന്ന് തല കുനിച്ചു കാണുവാൻ, നീ ആരുടെ മുമ്പിൽ ഉയർന്ന്, ആമേൻ, നിൽക്കാതെ തലയെ കുനിപ്പിക്കുന്ന ഒരു ശക്തിയുണ്ട് യെഹെസ്കേലേ. അത് നിന്റെ പ്രാർത്ഥനയിൽ ഇന്ന് രാത്രി, ആമേ, അഴിഞ്ഞു മാറാൻ പോകുകയാ. സ്തോത്രം. ഞാൻ നിന്നോട് ചില കൽപ്പനകൾ പുറപ്പെടുവിക്കാൻ പോകുകയാ. അവൻ എന്നോട്, മനുഷ്യപുത്ര നിവർന്നു നിൽക്ക. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ വിളി കേട്ടോ? പ്രൈസ് ദി ലോർഡ്. ബ്രദറെന്നോ, അഭിഷക്തനെന്നോ, ഹല്ലേലൂയ, ആമേ, പിതാവേന്നോ മാതാവേന്നോ ഒന്നുമല്ല വിളി, മനുഷ്യപുത്ര. പ്രൈസ് ദി ലോർഡ്. കർത്താവ് കൊടുത്ത ആ റെസ്പെക്റ്റ് കണ്ടോ? ഇന്ന് രാത്രി
ആമേൻ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. കർത്താവ് അവന് കൊടുത്ത റെസ്പെക്റ്റ് കണ്ടോ, ബഹുമാനം കണ്ടോ, അവന് കൊടുത്ത പദവി കണ്ടോ. മനുഷ്യപുത്ര എന്ത് ചെയ്യണം? ആമേൻ, പ്രൈസ് ദി ലോർഡ്, നിവർന്ന് നിൽക്ക. അപ്പോൾ 1-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ, ശ്രദ്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, അതിനകത്ത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൂതുകൾ അതിനകത്തുണ്ട്. ആമേൻ, 30 ആണ്ടും 4-ാം മാസവും 5-ാം തീയതിയും, ആമേൻ, സ്തോത്രം, ഞാൻ കേബാർ നദി തീരത്ത് പ്രവാസികളുടെ ഇടയിൽ, ആമേൻ, ഇരിക്കുമ്പോൾ സ്വർഗം തുറന്ന് ഞാൻ, ആമേൻ, സ്തോത്രം, കാണുന്ന ഒരു ദർശനം. എവിടെ കാണുന്നതാ? ഒരു നദിയുടെ തീരത്ത്. ഏത് നദിയാ? കേബാർ നദി തീരത്ത്. 2 പേർ ആ നദി തീരത്തിൽ. ഒന്ന്, ദാനിയേലിന്റെ പുസ്തകം പഠിക്കുമ്പോൾ, ദാനിയേൽ കേബാർ നദി തീരത്തിരിക്കുമ്പോഴാ ഒരു മനുഷ്യൻ അവനോട് സംസാരിപ്പാനിടയായത്. സ്തോത്രം. ഇന്ന് രാത്രി ശ്രദ്ധിക്കണമേ, അതേ നദിയുടെ തീരത്തേക്ക് അഭിഷക്തനായിരിക്കുന്ന, പ്രവാചകനായിരിക്കുന്ന, ആമേൻ, ശ്രേഷ്ഠ, ആമേൻ, പ്രവാചകനായിരിക്കുന്ന ദൈവത്തിന്റെ ശബ്ദം അതിശക്തമായി സംസാരിക്കുന്ന പ്രവാചകനായിരിക്കുന്ന, ആമേൻ, സ്തോത്രം, യെഹെസ്കേലിനെ കൊണ്ട് നിർത്തിയത് കേബാർ നദി തീരത്ത. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ശ്രദ്ധിക്കണം, ആമേൻ, മോശയെ കൊണ്ടിട്ടത് നദിയുടെ അകത്ത. സ്തോത്രം, ഹല്ലേലൂയ. ആദ്യം കൊണ്ടുവന്ന് ചൂരച്ചെടിയെടുത്ത്, ആമേൻ, അതിന്റെ, ആമേൻ, ആ ഞാങ്ങളുടെ, ആമേൻ, ഇടയിലേക്ക് വച്ചു. എന്നിട്ട് അതിനെ കൈകൊണ്ട് ആ വെള്ളത്തെ ഒന്ന് ഓളമാക്കി തള്ളി ഇറക്കി. ഇന്ന് രാത്രി ശ്രദ്ധിക്കണമേ, ഏതൊക്കെ നദി തീരത്തു വെച്ച് ആരെയൊക്കെ തള്ളി ഇറക്കിയോ അതിന്റെ നടുവിൽ അവരെയൊക്കെ ദൈവം ശ്രേഷ്ഠന്മാരാക്കി പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. ഈ തലമുറയിൽ നമ്മെ കണ്ട് കർത്താവ് ചില ആലോചനകൾ ഏൽപ്പിച്ചു തരുമ്പോൾ, ദൈവപൈതലേ, ഇപ്പോഴത്തെ ഞെരുക്കവും ഇപ്പോഴത്തെ ഭാരവും കണ്ട് നീ ഭാരപ്പെടണ്ട. സ്തോത്രം. നാളെ നിനക്കൊരു വിശാലതയുണ്ട്. അതുകൊണ്ടാ തൊട്ട് മുൻപിൽ വരുന്ന ചില പരുക്കൻ ജീവിതത്തിനകത്തേക്ക് നമ്മൾ കടന്നു പോകേണ്ടി വരും. ചില തീച്ചൂളയിലേക്ക് നമ്മൾ കടന്നു പോകേണ്ടി വരും. ചില വേദനയിലേക്ക് നമ്മൾ കടന്നു പോകേണ്ടി വരും. പക്ഷെ നിന്നെ നിവർത്തി നിർത്തുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഏതൊക്കെ തലത്തിൽ കൂടെ നമ്മളെ ശത്രു കടത്തിവിട്ടാലും, ആമേൻ, ഞാൻ ഒന്ന് വിശ്വസിക്കുന്നു, വചനം ഇങ്ങനെ പറയുന്നു. എന്താ? തലയിൽ നിന്ന് ഒരു തലനാര് നിലത്ത് വീണ് കഴിഞ്ഞാൽ അത് കർത്താവ് അറിഞ്ഞിരിക്കുന്നു. അത്ര ശ്രദ്ധിക്കുന്ന ഒരു ദൈവത്തെയാ ഞാനും നിങ്ങളും ഇന്ന് രാത്രി ഒരുപോലെ ആരാധിക്കുന്നത്. അവിടെ നോക്കിക്കേ, പ്രൈസ് ദി ലോർഡ്, ആമേൻ, ആ നദീ തീരത്തു വെച്ച് ദൈവം അവനോട് സംസാരിച്ചു. സ്തോത്രം. അതേ, ആമേൻ, ആമേൻ, അഭിഷക്തനായിരിക്കുന്ന യാക്കോബ്, ആമേൻ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, നദിയുടെ തീരത്ത് വച്ച് ദൂതനുമായി മൽപ്പിടുത്തമുണ്ടായി. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ, എസ്തറ, ആമേൻ, ആമേൻ, നദിയുടെ തീരത്ത് വച്ച് ഉപവാസം, ആമേൻ, പ്രഖ്യാപിച്ചു. പ്രൈസ് ദി ലോർഡ്. ആമേൻ, ശ്രദ്ധിക്കൂ, ഇന്ന് രാത്രിയിൽ ദാവീദ്, ആമേൻ, നദിയുടെ തീരത്ത് ആടുകളെ ഇറക്കി വിട്ടു. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ, ആമേൻ, യോഹന്നാൻ എന്ന് നോക്കുമ്പോൾ വെളിപ്പാട് കണ്ട യോഹന്നാൻ കാണുന്നത്, ആമേൻ, സ്തോത്രം, നദിക്ക് ഇക്കരയും അക്കരയും, ആമേൻ, 12 വിധ ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളെ കണ്ടു. പ്രൈസ് ദി ലോർഡ്. ഉൽപ്പത്തി പുസ്തകത്തിൽ 4 നദികളെ പറ്റി നമ്മൾ വായിക്കുന്നു. അതിലൊരു നദിയാണ് ഏദൻ തോട്ടത്തിലേക്ക് വന്നത്. ആമേൻ, ഇന്ന് രാത്രിയിൽ, ആമേൻ, നദിയുടെ നടുവിൽ ഇറങ്ങി നിന്ന് പ്രവർത്തിക്കുന്ന ദൈവം ഇന്ന് രാത്രി ആരോടൊക്കെയോ ദൂതുകളായി വിളിച്ചു പറയുന്നു. ഇന്നത്തെ നിന്റെ സങ്കടങ്ങളും ഇന്നത്തെ നിന്റെ വേദനകളും നാളെ അതൊരു പുഞ്ചിരിയായി പുറത്തു വരും. ഹല്ലേലൂയ. ഉറപ്പായിട്ട് കേട്ടോ, നിങ്ങളിന്ന് വേദനിക്കുന്നില്ലേ? ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പലിശയും കൂട്ടുപലിശയുമായി നാളെ നിന്നെ രാജാവിനെ പോലെ ദൈവം നടത്തും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നിങ്ങളുടെ മുഖത്തൊന്നും സന്തോഷമില്ലല്ലോ. നാളെ നിന്റെ രാജാവിനെ പോലെ നടത്തുമെന്ന് പറ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എന്താ ഒരു, ആമേൻ, ഈ മോഹൻലാൽ നിൽക്കുന്നത് പോലെ, ഇഞ്ചി കടിച്ചതല്ലേ, അതേ ഫേസ് പിടിക്കുന്നത് പോലെ ഇരിക്കല്ലേ? നിങ്ങളൊക്കെ ഒന്ന് ചിരിച്ചുകൊണ്ടിരിക്കുക. ആമേൻ. മോഹൻലാലിന്റെ ഫേസ് ഇനി ആര് പിടിച്ചാലും കിട്ടത്തില്ല. സ്തോത്രം. ആമേൻ. അദ്ദേഹത്തിന്റെ ഫേസ് നമ്മൾ പിടിച്ചാൽ പോലും കിട്ടത്തില്ല. ഇനി അത് ഇഞ്ചി അടിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതുപോലെ നിങ്ങൾ മസിൽ പിടിച്ചിരിക്കണ്ട. ഇന്ന് രാത്രി ഇങ്ങനെ പറ, കർത്താവേ, നാളെ നീ എന്നെ ഒരു വലിയ മനുഷ്യനാക്കുന്നതിനായി സ്തോത്രം പറ. ഹല്ലേലൂയ. വിളിച്ചവൻ ആരെന്നറിയാമോ? വിശ്വസ്തൻ. ഹല്ലേലൂയ. വിളിച്ചവൻ ആരാ? വിശ്വസ്തൻ. പകുതി വഴി ഇട്ടേച്ച് പോകത്തില്ല, ഉറപ്പായിട്ട്. ഹല്ലേലൂയ. ഉറപ്പായിട്ട് പകുതി വഴി ഇട്ടേച്ച് പോകുന്നവനല്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മളൊക്കെ ദൈവസന്നിധിയിൽ ഉന്മയോടെ പ്രാർത്ഥിക്കാൻ മുട്ടുമുടയി കഴിഞ്ഞാൽ, വായിച്ചേ, ആമേൻ, സ്തോത്രം, യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വന്ന യിരെമ്യാവിന്റെ പുസ്തകം
ആമേൻ. 48 അധ്യായത്തിന്റെ 25 വാക്യം നിങ്ങൾ വായിച്ചേ. ആമേൻ, സ്തോത്രം. 48 അധ്യായം 25 വാക്യത്തിലേക്ക് ഒന്ന് വന്നാട്ടെ, വായിച്ചോ. മോവാബിന്റെ കൊമ്പ് വെട്ടിക്കളഞ്ഞിരിക്കുന്നു, അവന്റെ ഭുജം തകർന്നു പോയിരിക്കുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. നോയിക്കേ, 48 അധ്യായത്തിൽ പറയുന്നു, മോവാബിന്റെ കൊമ്പ് എന്ത് ചെയ്തിരിക്കുന്നു? വെട്ടിക്കളഞ്ഞിരിക്കുക. സ്തോത്രം. എത്ര ശക്തമായി ഉയർന്നു നിന്നാലും ചില കൊമ്പുകളെ ദൈവം എന്ത് ചെയ്യുമെന്നറിയാമോ? വെട്ടി താഴെയിടും. സ്തോത്രം. ദൈവ പൈതലേ, ഈ 48 അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ 24, 25, 26, 27 താഴോട്ട് നമ്മൾ വായിച്ചു വരുമ്പോൾ, മോവാബിന്റെ കൊമ്പിനെ വെട്ടിക്കളഞ്ഞിരിക്കുന്നു, അവന്റെ ഭുജം തകർന്നു പോയിരിക്കുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി ദൈവജനം ആമേൻ നെഞ്ചും നെറ്റിയും നിവർത്തി നടക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അതല്ലേ പാട്ടുകാരൻ പാടിയത്? ഒന്നുമില്ലായ്മയിലും എല്ലാമുള്ളവനെ പോ, ഒന്നുമില്ലായ്മയിലും എല്ലാമുള്ളവനെ പോ, എന്നെ നടത്തുന്നവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ, എന്നെ നടത്തുന്നവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. ഹല്ലേലൂയ. അടുത്ത വരി കേട്ടോ. എല്ലാ പ്രതികൂലം എന്ത് ചെയ്യും? മാറും. പ്രൈസ് ദി ലോർഡ്. അടുത്ത വരി അറിയാമോ? എല്ലാ ശുഭദിനമാകുന്ന ഒരു പകലുണ്ട് നമ്മുടെ മുമ്പിൽ. അന്ധകാരം മാറുന്ന, ഇരുട്ടുകൾ മാറുന്ന. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്നത്തെ ഈ പ്രതിസന്ധി കണ്ട് പ്രാർത്ഥനയിൽ മടിപ്പ് കാണിക്കരുത്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ദൈവമേ, എത്ര വിഷമ ശത്രു തള്ളിവിട്ടാലും നാളെ നിനക്കൊരു ഉയർച്ച ഉണ്ടെന്ന് നോക്കിക്കൊള്ളണം. ഇന്നത്തെ ഞെരുക്കം നാളത്തെ പുഞ്ചിരിയാ. ഇന്നത്തെ കണ്ണുനീര് നാളത്തെ സന്തോഷമാ. ഹല്ലേലൂയ. ഇന്നത്തെ ഒറ്റപ്പെടൽ നാളെ എല്ലാവരും കൂടെ നമ്മളെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാൻ പോകുകയാ. സ്തോത്രം. ആമേൻ. ഇന്ന് നമ്മളെ മാറ്റി നിർത്തുമ്പോൾ നാളെ അവരെല്ലാം നമ്മുടെ കൈക്ക് പിടിച്ച് ഷാക്കൻഡ് തരും. പറയാതെ ഒരു വിശ്വാസത്തോടെ കർത്താവ് നമ്മെ മാനിക്കാൻ പോകുകയാ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇന്നും നമ്മൾ അയ്യോ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ശൂന്യമായിരിക്കുന്നെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സാത്താൻ പറയും, അവിടെ പോയി പറയും, അവനോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ദൈവമേ, അവൻ ഇങ്ങനെ പോകത്തുള്ളൂ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവനോട് പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. അവൻ ഇപ്പോഴും പഴയത് ആലോചിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. ഇപ്പോഴും എന്താലോചിച്ചുകൊണ്ടിരിക്കുന്നു? പഴയ നഷ്ടങ്ങൾ, പഴയതിനെ ഇപ്പൊ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുക. അതെല്ലാം വിട്ടേക്കണം. സ്തോത്രം. അതെല്ലാം ഒരു പാണ്ടക്കെട്ടിനകത്ത് കെട്ടി, ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഒരു വലിയ നദിക്കകത്ത് കൊണ്ട് അതിനെ ആമേൻ ഇട്ട് ആമേൻ താഴ്ത്തിക്കളയണം. പ്രൈസ് ദി ലോർഡ്. അതൊരു പാണ്ടക്കെട്ട് പോലെ അതിനെ കൊണ്ട് ആ നദിക്കകത്തിട്ട് അതിനെ അവൻ നശിപ്പിച്ചു കളയണം. അത് വേണ്ട. പ്രൈസ് ദി ലോർഡ്. ഒരുവൻ ക്രിസ്തുവിലായാൽ പറ, അവൻ പുതിയ സൃഷ്ടിയാണ്. സ്തോത്രം. ഒരു മനുഷ്യനെ ദൈവം മാറ്റാൻ തുടങ്ങിയാലേ ആമേൻ അവനെ കർത്താവ് ഭയങ്കരമായിട്ട് മാറ്റിക്കളയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. നമുക്കറിയാം, ഈ കാലഘട്ടം നമ്മൾ പഠിക്കുമ്പോൾ ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഉന്നതന്മാരുടെ തലവര കുനിപ്പിക്കത്തക്ക തലത്തിൽ ആമേൻ പിശാച് കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിക്കുകയാണ്. പക്ഷേ അവരാരും തളർന്നു പോയിട്ടില്ല. കേട്ടോ, അവരാരും രാജിവെച്ചിറങ്ങി പോയിട്ടില്ല. എന്തെന്നറിയാമോ? അവർക്കറിയാം, ഇതിനകത്ത് ഞാൻ വരുമ്പോൾ ഇന്ന ഇന്ന പ്രശ്നങ്ങൾ എൻ്റെ നേരെ വരുമെന്ന് അവർക്കറിയാമെന്ന്. നമുക്കെന്താ അറിഞ്ഞൂടെ? അറിയാം. നമുക്ക് എന്താ ദൈവം പറഞ്ഞത്? ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അടുത്തെന്താ പറഞ്ഞത്? ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ എന്ത് ചെയ്യും? പണിയും. പിന്നെ എന്താ അടുത്ത വാക്കെന്തെന്നറിയാമോ? അടുത്ത വാക്കെന്താ? പാതാള ഗോപുരം. പറ. പ്രൈസ് ദി ലോർഡ്. നീ പ്രാർത്ഥിച്ച് തുടങ്ങുമ്പോൾ തന്നെ ഈ പാതാള ഗോപുരം ഇളകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. കഴിഞ്ഞ ദിവസം ഒരാളിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവർ നാടുകയാണ്. സ്തോത്രം. ആമേൻ. ഭയങ്കര ആട്ടമാണ്. ഹല്ലേലൂയ. ആടി തിമിർക്കുകയാണ്.
പ്രൈസ് ദി ലോർഡ്. അടുത്തുനിന്നൊരു പറയാ, ഓ അന്യഭാഷയിൽ അങ്ങനെ ആരാധിച്ചു വരികയാ, അതിന്റെ ശ്രമമാണ്. അല്ല സഹോദര, അകത്തിരുന്ന പാതാള ഗോപുരം ആടി പുറത്തു വരികയാണ്. ഇന്ന് രാത്രി ശ്രദ്ധിക്കണം, പലപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് ആമേൻ സ്തോത്രം നമുക്ക് തന്നെ നിയന്ത്രിക്കാൻ കഴിയാത്ത ചില വിഷയങ്ങൾ കയറി വരും. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യണം, കർത്താവേ നിന്റെ മുമ്പിൽ ഞാൻ മുട്ടുമടക്കാൻ പോകുകയാ. ഈ രാത്രി ദൈവത്തിന്റെ മുൻപിൽ ആര് മുട്ടുമടക്കുമോ അവിടെ പ്രവർത്തിക്കുന്നൊരു സ്വർഗമുണ്ട് കേട്ടോ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവകുഞ്ഞെ, നമ്മുടെ വിഷയങ്ങൾ വേറെ ആരെക്കാളും സ്വർഗത്തിനറിയാം. ഹല്ലേലൂയ. നമ്മുടെ ഇല്ലായ്മകൾ അറിയുന്ന, നമ്മുടെ രോഗങ്ങൾ അറിയുന്ന, ആമേൻ സ്തോത്രം, നമ്മുടെ വിഷമങ്ങൾ അറിയുന്ന ഒരു ദൈവമുണ്ട്. അതാ ഇവിടെ പറഞ്ഞ, മോവാബിന്റെ കൊമ്പ് ഞാൻ വെട്ടിക്കളഞ്ഞിരിക്കുന്നു, അവന്റെ ഭുജം എന്ത് ചെയ്യുന്നു, തകർന്നു പോയിരിക്കുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. അടുത്ത 26-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 26-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. മോവാബ് യഹോവയുടെ നേരെ വമ്പ് കാണിക്കൊണ്ട് അവന് മത്തു പിടിപ്പിപ്പിൻ. മോവാബ് തന്റെ ഛർദിയിൽ കിടന്നുരുളും, അവൻ പരിഹാസ വിഷയമായി തീരും. നോയിക്കേ, മോവാബ് യഹോവയുടെ നേരെ വമ്പ് കാട്ടിയത് കൊണ്ട് സ്തോത്രം, അവ എന്ത് ചെയ്യാൻ പോകുന്നറിയാമോ? അവൻ ഛർദിലിൽ കിടന്ന് ഉരുളും. ഹല്ലേലൂയ. പേടിക്കണ്ട, ചിലർ ഉരുണ്ട് കളിക്കുകയായിരുന്നു. സ്തോത്രം. കണ്ടില്ലേ, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കഴുത്തിന് വെട്ടിക്കളയുമെന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞിട്ടില്ലേ? സ്തോത്രം. എന്ത് വലിച്ചു കയറ്റിയിട്ടാണ് പറഞ്ഞത് നമുക്കറിയില്ല. ഒരു രാഷ്ട്രം ഭരിക്കുന്ന, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, ഒരു പാർട്ടിയുടെയും ആളല്ല അദ്ദേഹം, ഒരു രാഷ്ട്രത്തിൻ്റെ ആളാണ്. സ്തോത്രം. അദ്ദേഹത്തിന് ഒരു പദവിയുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവമക്കളെ, ഇന്ന് രാത്രിയിൽ നമ്മൾ ഇരിക്കുന്നത് ദൈവത്തിൻ്റെ മുൻപിലാ. സ്തോത്രം. മഹാരാജാവിൻ്റെ മുമ്പിലാ. ആ ബോധ്യമുണ്ടോ? ആ ഒരു ധാരണ നമുക്കുണ്ടോ? നമ്മളിരിക്കുന്ന വീട്ടിനകത്താണെങ്കിലും, നമ്മളിരിക്കുന്ന ഒരു സഭാ ഹാളിനകത്താണെങ്കിലും, നമ്മളിരിക്കുന്ന ഒരു ഓഡിറ്റോറിയത്തിനകത്താണെങ്കിലും, നമ്മൾ എവിടെയായിരുന്നാലും, എവിടെ ആയിരിക്കുന്നത്, 2 ദൈവമക്കൾ ഒരിടത്തുണ്ടെങ്കിൽ അവിടെ എന്താണെന്നറിയാമോ? ദൈവം ഇറങ്ങുക. ശ്രദ്ധിക്കണം, 2 ദൈവമക്കൾ എവിടെ നിൽക്കുമോ, അവർ അഭിഷേകം പ്രാപിച്ചാലും അഭിഷേകം പ്രാപിച്ചില്ലെങ്കിലും അവർ എവിടെ ആയിരിക്കുമോ അവിടെ കർത്താവ് ഉണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ആ ഒരു ബോധ്യം നമുക്കിന്ന് രാത്രി വരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നോക്കൂ, ഇവിടെ പറയുന്നത്, ആമേൻ, മോവാബ് യഹോവയുടെ നേരെ വമ്പ് കാണിച്ചിരിക്കുന്നു. സ്തോത്രം. കർത്താവിൻ്റെ നേരെ. ആമേൻ. സ്തോത്രം. ദൈവത്തിൻ്റെ നേരെ വമ്പ് കാണിച്ചവരെ ദൈവം വിട്ടിട്ടുണ്ടോ? സ്തോത്രം. ഫറവോന്റെ ജീവിതത്തിൽ നോക്കൂ, 10 ബാധ അയച്ചു. സ്തോത്രം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 തുടങ്ങി ഓരോ ബാധ അവന്റെ രാജ്യത്തിലേക്ക് ചെല്ലുമ്പോൾ അവൻ അനങ്ങിയിട്ടില്ല. പിന്നെയും ദൈവത്തെ കുറ്റം പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആ കുറ്റം പറഞ്ഞ ഫറവോന്റെ ജീവിതത്തിനകത്ത്, അവന്റെ വീട്ടിനകത്തും അവന്റെ ബെഡ്റൂമിനകത്തും അവന്റെ അടുക്കളയിലും ബാത്റൂമിലും കുളത്തിലും നദികളിലും കുടിക്കുന്ന വെള്ളത്തിലും ഗ്ലാസ്സിലും, ആമേൻ 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 ആമേൻ, അവന്റെ അടുക്കളയിലും അവൻ വയ്ക്കുന്ന എല്ലാ പാത്രത്തിലും എന്താണ് വന്നതെന്നറിയാമോ? തവള. ഹല്ലേലൂയ. തവള വന്നു. തവള. ദൈവത്തിന്റെ മുൻപാകെ ദൈവത്തിന് നേരെ വമ്പ് കാണിച്ച, ദൈവത്തിന് നേരെ ആമേൻ സ്തോത്ര കൈ ഉയർത്തിയ ഫറവോൻ, ഞാൻ രാജാവാണ്. ഹല്ലേലൂയ. ആ പദവി കൊടുത്തത് ആരാ? സർവശക്തനായ ദൈവം. ദൈവമൈതലേ, നമ്മെ ദൈവം എത്ര ഉയർത്തിയാലും, നമ്മെ ദൈവം എത്ര മാനിച്ചാലും, സ്തോത്രം, ഹല്ലേലൂയ, നമ്മെ ദൈവം എത്ര ആമേൻ 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 ഉയർത്തി നിർത്തിയാലും, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ഇന്ന് രാത്രി പറയുവാൻ ഒന്നുമില്ല കർത്താവേ എന്ന് പറഞ്ഞ് മുഴങ്കാലിൽ നിൽക്കാൻ എനിക്കും നിങ്ങൾക്കും ഇന്ന് രാത്രി ഹൃദയത്തിനകത്തൊരു പേടിയുണ്ടെങ്കിൽ ഈ രാത്രി പറ, എൻ്റെ ദൈവം എൻ്റെ കൂടെ നിൽക്കും. പ്രൈസ് ദി ലോർഡ്. വേറെ ആര് നിന്നില്ലെങ്കിലും പറഞ്ഞോ, എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അവസ്ഥകൾക്ക് വ്യത്യാസം വരുത്തുന്നത് ജനം നോക്കി നിൽക്കും.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തേനില്ലാത്ത കൂട്ടിൽ ഈച്ചയില്ലെന്ന്. ആമേൻ. തേനുള്ള കൂട്ടിൽ ഈച്ചയുണ്ടാകും. ഏതെല്ലാം രാജ്യത്തിനകത്തുനിന്ന് ഈച്ച വരുമെന്നറിയാമോ? കാരണം അതിനകത്ത് തേനുണ്ട്. ഏത് സമയത്ത് വന്നാലും തേനുണ്ട്. സീസണിൽ മാത്രം വരുന്നതല്ല തേന്, എല്ലാ കാലത്തിലും. ആമേ, തേനുള്ള കൂട്ടിനകത്ത് ഈച്ച ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി സീസണിൽ മാത്രം വരുന്നതല്ല പരിശുദ്ധാത്മാവ്. ഏത് സമയത്ത് മുട്ടുമടക്കിയാലും അതിനകത്ത് ഇറങ്ങി വരുന്നൊരു ദൈവാത്മാവുണ്ട്. അത് ഇന്ന് രാത്രി ഇതിനകത്ത് പെയ്തിറങ്ങുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ആത്മാവ് നിങ്ങൾ എത്രമോ അത്രത്തോളം വേദനയുണ്ട് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. വേദന ഇല്ലാതല്ല. സ്തോത്രം. ആമേൻ. വരങ്ങളുണ്ട്, കൃപാവരങ്ങളുണ്ട്, പ്രവചനവരങ്ങളുണ്ട്. പക്ഷെ കൃപാവരങ്ങളിൽ ഒന്നാണ് കഷ്ടം അനുഭവിക്കേണ്ട വരം. സ്തോത്രം. ഇതുണ്ടോ ആർക്കെങ്കിലും? ഈ വരമുണ്ടോ? ഈ വരം ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. സ്തോത്രം. കഷ്ടത അനുഭവിക്കുന്ന ഒരു വരമുണ്ട്. ഇത് നമ്മൾ പ്രാപിച്ചെടുക്കണം. എനിക്ക് ഈ വരമുണ്ട് കേട്ടോ. ആമേൻ. കഷ്ടത അനുഭവിക്കേണ്ട വരം. സ്തോത്രം. ആമേൻ. വരുമ്പോൾ വേണ്ടാന്ന് പറയരുത്, അത് സ്വാഗതം ചെയ്യണം. എന്നിലേക്ക് വരട്ടെ. ഈ വരമാണ് എനിക്ക് വേണ്ടത്. കഷ്ടതയിൽ കൂടെ തീച്ചൂളയ്ക്കകത്ത് നിന്ന് ആമേ സ്തോത്രം കസേരയിലേക്ക് എത്തിച്ച ഒരു ദൈവമുണ്ട് കേട്ടോ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കേബാർ നദി തീരത്തിനകത്ത് നിന്ന്, തീച്ചൂളയിൽ നിന്ന്, സിംഹത്തിന്റെ കൂട്ടിൽ നിന്ന് ആമേ ഉന്നതിയിൽ എത്തിച്ച ഒരു ദൈവമുണ്ട് കേട്ടോ. ആമേൻ. ജയിലറയിൽ നിന്ന്, ശ്രദ്ധിക്കുക, ജയിലറയിൽ നിന്ന്, ഹല്ലേലൂയ, ചെയ്യാത്ത കുറ്റത്തിന് ജയിലറയ്ക്കകത്ത് അകപ്പെട്ടിരിക്കുന്ന യോസേപ്പിനെ, 17കാരനെ ആമേ നീണ്ട 10 വർഷം കഴിഞ്ഞപ്പോൾ അവനെ കസേരയിലെത്തി പ്രൈം മിനിസ്റ്റർ ആക്കിയ ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ ആമേ ചെയ്യാത്ത തെറ്റിനകത്ത് നീ അകപ്പെട്ടിരിക്കുകയാണോ? ഭാരപ്പെടണ്ട. നിന്നെ ഉന്നതങ്ങളിൽ എത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ആ ദൈവത്തെ ഇന്ന് രാത്രി ഒന്ന് മുറുകെ പിടിക്കാൻ പറ്റുമോ? എങ്കിൽ നമ്മൾ ഭാഗ്യമുള്ളവരാ. ആമേൻ. കഷ്ടതയാണ് വരം. ഈ വരം നമ്മൾ പ്രാപിക്കണം. ആമേ സ്തോത്രം. യെഹെസ്കേലിൽ നമ്മൾ പഠിക്കുമ്പോൾ ആമേ ഇരമ്യാവിനെ നോക്കൂ. ഇരമ്യാവ് എന്തുമാത്രം കഷ്ടത അനുഭവിച്ചതറിയാമോ? കണ്ണുനീരിന്റെ പ്രവാചകൻ. തൻ്റെ തല കാൽമുട്ടുകൾക്കിടയിൽ തിരികെ കയറ്റിയുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. തൻ്റെ പ്രാർത്ഥന ആമേ സ്തോത്രം സ്വർഗത്തിലെ ദൈവം കേട്ടു. ആമേ എപ്പോഴൊക്കെ ഇരമ്യാവ് പ്രാർത്ഥിച്ചിട്ടുണ്ടോ, കണ്ണീരിന്റെ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, കണ്ണീര് കാണുന്ന പ്രാർത്ഥന. ആമേ സ്തോത്രം. ദൈവവൈതലേ, ഇന്ന് രാത്രിയിൽ ഒത്തിരി ആമേ പാനീയങ്ങൾ നമുക്ക് വിപണിയിലുണ്ട്. ഒത്തിരി പാനീയങ്ങൾ. 10 രൂപ മുതൽ ആമേ സ്തോത്രം 5 ലക്ഷം രൂപ വരെയുള്ള പാനീയം ഉണ്ടെന്ന് വെച്ചോ, വെള്ളം ഉണ്ടെന്ന് വെച്ചോ. എന്നാൽ അതിനേക്കാൾ വിലയുള്ള ഒരു വെള്ളമുണ്ട്. അതിനേക്കാൾ എത്ര $1 മില്യൺ പോലും വില മതിച്ചാൽ കിട്ടാത്ത ഒരു പാനീയമുണ്ട്. അതേതെന്നറിയാമോ ദൈവമക്കളെ? ബൈബിളിന്റെ പുറകിൽ എഴുതി വെച്ചോ, കണ്ണുനീര്. സ്തോത്രം. ഈ കണ്ണുനീരുണ്ടല്ലോ, ഇനി എത്ര $1 മില്യൺ വില കൊടുത്താലും കിട്ടാത്ത ഒന്നാണ് ഈ കണ്ണുനീരിന്റെ വില. വില മതിക്കാൻ കഴിയില്ല. കരഞ്ഞിട്ടുണ്ടോ? ഒരു പൊട്ടനെ പോലെ, ഒരു ഫോഷനെ പോലെ കരഞ്ഞിട്ടുണ്ടോ? ഹല്ലേലൂയ. കരയാൻ പറ്റുമോ? ഈ കരഞ്ഞോ? ദൈവസന്നിധിയിൽ ഉടയാൻ പറ്റുമെങ്കിൽ. ഹല്ലേലൂയ. എക്കാലത്തും ദൈവം പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഉന്മയോടെ, പുറത്തെ പ്രദർശനമല്ല കേട്ടോ, അകത്തെ ഹൃദയത്തിനകത്ത് ദൈവം ആദ്യം പരിശോധിക്കുന്ന ഹൃദയമാണ്. സ്തോത്രം. പുറമേ ദൈവം പരിശോധിക്കത്തില്ല. പുറത്തേക്കൊക്കെ കറുത്ത ഷർട്ട്, അതൊക്കെ ഇവിടുത്തെ പാസ്റ്റർമാരൊക്കെ പറയും കറുത്ത ഷർട്ട് ഇട്ടുകൊണ്ടാണ് ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരുന്നത്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഹല്ലേലൂയ. ഞാൻ ഇട്ടുണ്ടൊക്കെ പോകും, അതൊന്നും വിഷയമല്ല. പക്ഷെ ദൈവം നോക്കുന്നത് എവിടെയെന്നറിയാമോ? ഹൃദയം. ഹൃദയത്തിനകം ആമേ ശുദ്ധമാണെങ്കിൽ വേറെ എന്തെല്ലാം ശത്രു ഫയറ്റിയാലും നിനക്ക് കേൾക്കത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഒരു വാക്യം ആമേൻ കയറി വായിക്കാൻ, ഒറ്റ വാക്യം കയറി. ഒരു മത്തായി സുവിശേഷം 13-ാമത്തെ അധ്യായം നോക്കൂ. മത്തായി സുവിശേഷം 13-ാമത്തെ അധ്യായം, അതിന് 22-ാമത്തെ വാക്യത്തിലേക്ക് വന്നാട്ടെ. മത്തായി സുവിശേഷം 13-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യം. മുള്ളിനടിയിൽ വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേൾക്കുന്നുവെങ്കിലും ഈ ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വഞ്ചനയും വചനത്തെ ഞെരുക്കിയിട്ട് നിഷ്ഫലനായി തീരുന്നതാകും.
പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത് മറ്റാരും പറഞ്ഞതല്ല, യേശു തന്റെ വായ്മൊഴിയാൽ പറഞ്ഞതാ. കണ്ടോ, പണത്തിന് വേണ്ടി. ആമേൻ. അപ്പൻ മരിച്ചു, അപ്പൻ മരിച്ചപ്പോൾ ആ ജോലി അമ്മയ്ക്ക് കിട്ടി. അമ്മയെ കൊന്നു കഴിഞ്ഞാൽ ആ ജോലി ആക്ക് കിട്ടും, മോക്ക് കിട്ടും. അപ്പോൾ എന്ത് ചെയ്തു? അപ്പൻ മരിച്ച ജോലി അമ്മയ്ക്ക് കിട്ടിയപ്പോൾ അമ്മയെ കൊന്നു കഴിഞ്ഞാൽ ആ ജോലി ആക്ക് കിട്ടും, എനിക്ക് കിട്ടും. ഹല്ലേലൂയ. ലോകം അതിന്റെ അന്ത്യത്തിലേക്ക് പോയിട്ടില്ലേ? ശ്രദ്ധിക്കൂ, മനുഷ്യന്റെ മധ്യക്ഷ തലച്ചോറിനകത്ത് എന്തൊക്കെയോ കയറിയിട്ടുണ്ട്. ഹല്ലേലൂയ. ശ്രദ്ധിക്കൂ, ഇല്ലേ? യേശു എന്താ പറഞ്ഞേ? മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേൾക്കുന്നു എങ്കിലും ഈ ലോകത്തിന്റെ ചതിയും ചിന്തയും ധനത്തിന്റെ വഞ്ചനയും വചനത്തെ ഞെരുക്കിയിട്ട് നിഷ്ഫലമായി തീർന്നിരിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. എന്ത് ഞെരുക്കുന്നു? വചനത്തെ ഞെരുക്കുകയാ. എന്താ? ധനം. സ്തോത്രം, ഹല്ലേലൂയ. ധനവാൻ ഉണ്ടായിരുന്നു അല്ലേ? വേദപുസ്തകത്തിൽ ധനവാൻ ഉണ്ടായിരുന്നു. ഒരു കുഴപ്പമില്ല, എല്ലാ കാര്യവും ഭംഗിയായി നടക്കുന്നു. പള്ളിയിൽ അവൻ ദശാംശം കൊടുക്കുന്നു. ഫാന് പോയെന്ന് പറഞ്ഞാൽ സാറേ ഫാന് പോയി, ഒരു ഫാന് വാങ്ങിച്ചിട്ട് കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. എല്ലാ കാര്യവും ധനവാൻ ചെയ്യുന്നു. ആമേൻ, പ്രൈസ് ദി ലോർഡ്. അദ്ദേഹവും മരിച്ചു. സ്തോത്രം. അദ്ദേഹവും മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ശവപ്പെട്ടിയുടെ പുറത്തെഴുതി വെച്ചു, നല്ല പേർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. ആമേൻ. ലാസറും മരിച്ചു, അവന്റെയും പെട്ടിയുടെ പുറത്ത് ഇത് തന്നെ എഴുതി വെച്ചു. ഇന്ന് രാത്രി ദൈവ പൈതലെ, പെട്ടിയുടെ പുറത്തെഴുതിയിട്ട് കാര്യമില്ല, അകത്ത് ജീവനോടെ ഇരുന്നപ്പോ ചെയ്തത് ദൈവം അവിടെ കുറിച്ചു വച്ചു. ഹല്ലേലൂയ. അവിടെ ചെല്ലുമ്പോ കർത്താവ് പറഞ്ഞു, കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവന് ഏവനുമല്ല. ആണോ? അല്ല. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ എൻ്റെ ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവൻ അല്ല. സ്തോത്രം. ആമേൻ. ഇവിടെ കിടന്ന് എന്തെങ്കിലും കാട്ടിക്കൂട്ടിക്കഴിഞ്ഞാൽ ആത്മാവിനെ പ്രാപിക്കാൻ പറ്റത്തില്ല. സ്തോത്രം. ആത്മാവിനെ പ്രാപിച്ചു കഴിഞ്ഞാൽ അതിനെ അതുപോലെ കൊണ്ടുപോകാൻ ഞാനും നിങ്ങളും തയ്യാറായി നിൽക്കുമ്പോൾ പ്രശ്നം കുറയത്തില്ല, പ്രശ്നം കൂടും ഉറപ്പായിട്ടും. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ധനവാന്റെ ഹൃദയത്തിനകത്തിരുന്നത് സ്വർഗം അറിഞ്ഞു. പക്ഷേ ഈ വചനം നോക്കിയേ, 21 വാക്യം. വചനം നിമിത്തം ഞെരുക്കമോ ഉപദ്രവമോ നേരിട്ടാൽ അവൻ ക്ഷണത്തിൽ ഇടറിപ്പോകുന്നു. ആമേൻ, 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 ആമേൻ. രക്തത്താൽ ജയം, ശമനപരകതുനി വൈഡകരാജകൽക്കനാദി. ആമേൻ. സ്തോത്രം. വായിച്ചേ 20ഉം 21ഉം വാക്യം കൂടെ ഒന്ന് വായിച്ചേ. 20ഉം 21ഉം. പാറസ്ഥലത്ത് വിധിക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ടിട്ട് ഉടനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നതാകുന്നു. എങ്കിലും വേരില്ലാതിരിക്കിയാൽ അവൻ ക്ഷണികനത്രേ. വചനം നിമിത്തം ഞെരുക്കമോ ഉപദ്രവമോ നേരിട്ടാൽ അവൻ ക്ഷണത്തിൽ ഇടറിപ്പോകുന്നു. ആമേൻ. ഹല്ലേലൂയ. രക്തത്താൽ ജയം. കണ്ടോ? യേശു പറഞ്ഞ വാക്ക് കേട്ടോ? നമുക്ക് എന്തുണ്ടെന്നറിയാമോ? പറഞ്ഞ് വാ തുറന്ന് പറ. എന്തുണ്ട്? വചന നിമിത്തം. പറ, വചന നിമിത്തം. ഈ വചനം നിങ്ങൾ 100 പ്രാവശ്യം വായിക്കണം. വചനം നിമിത്തം ഞെരുക്കമോ. അപ്പൊ ഉണ്ടാവൂലേ? ഞെരുക്കം ഉണ്ടോ? ഉണ്ടോ? വചനം അനുസരിക്കുന്നവർക്ക് ഞെരുക്കമുണ്ടോ? പറ. ഉണ്ട്. വചനം അനുസരിക്കുന്നവർക്ക് ഞെരുക്കമുണ്ടോ? ഉണ്ട്. സ്തോത്രം. വചനം പ്രമാണിക്കുന്നവർക്ക് ഞെരുക്കമുണ്ടോ? ഉണ്ട്. വചനത്തെ ഏറ്റെടുക്കുന്നവർക്ക് വിഷമമുണ്ടോ? ഉണ്ട്. വചനത്തെ എടുക്കുന്നവർക്ക് രോഗമുണ്ടോ? ഉണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അതല്ലേ പാട്ടുകാരൻ പാടിയത്? രോഗമെന്നെ പിടിച്ചാൽ, അല്ലേ, ദേഹം ക്ഷയിച്ചു പോയാലും. ഈ രോഗമൊക്കെ നമ്മെ പിടിക്കുന്നേ, വേദനയൊക്കെ വരും. പക്ഷേ ഈ വചന നിമിത്തം ഞെരുക്കമോ, അടുത്തെന്താ പറഞ്ഞേ? ഉപദ്രവമോ. ഹല്ലേലൂയ.
അപ്പൊ എന്തുണ്ട്? ഞെരുക്കമുണ്ട് കേട്ടോ. ഒന്നുമല്ല, ഞെരുക്കമുണ്ട്. അടുത്തെന്താണ്? ഉപദ്രവമോ നേരിട്ടാൽ അവൻ ക്ഷണത്തിൽ ഇടറിപ്പോകും. ഉറപ്പായിട്ടും പോകും, ഉറപ്പായിട്ടും പോകും. വചനം പറയുന്നു പോകുമെന്ന്. പൈസ ഇല്ലേ, ഞെരുക്കമാണെങ്കിൽ ഇടറിപ്പോകും. പ്രാർത്ഥന ഉണ്ടാകത്തില്ല, ഉപവാസം ഉണ്ടാകത്തില്ല. ആമേൻ. ദൈവ പൈതലേ, അതിനെ ഒന്ന് മാറ്റി വച്ചിട്ട് പണത്തോടുള്ള ഓട്ടം ഒന്ന് നിർത്തിയിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്നൊക്കെ അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞാൽ കെരീത്ത് തോട്ടിലിരിക്കുന്ന ഏലിയാവിനെ പോഷിച്ചതുപോലെ, ആമേൻ 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 ആമേൻ, സാറാബത്ത് വിധവയുടെ അടുത്ത് അകത്തളങ്ങളിൽ ആമേൻ സ്തോത്രം ഏലിയാവിനെ അയച്ചതുപോലെ, ആമേൻ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രിയിൽ എലിശാ പ്രവാചകനെ ആമേൻ തന്റെ വിധവയുടെ വീട്ടിലേക്ക് അയച്ചതുപോലെ, ആമേൻ, ഒരു ഭരണി എണ്ണയേ ഉള്ളൂവെങ്കിലും നീ ഭാരപ്പെടണ്ട, അല്പം മാവേ ഉള്ളൂവെങ്കിലും നീ ഭാരപ്പെടണ്ട. ദൈവം നിന്നെ പോഷിപ്പിപ്പാൻ അവൻ സർവശക്തൻ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അനുഭവത്തോടെ പറയുന്ന, അനുഭവത്തോടെ സ്തോത്രം. ദൈവം നിന്നെ കാണുമ്പോൾ തന്നെ, നമ്മെ കാണുമ്പോൾ, രാജാവിന്റെ മക്കളല്ലേ നമ്മൾ, അല്ലേ? നമ്മൾ രാജാവിന്റെ മക്കളാ. എല്ലാത്തിനേക്കാളും ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കും തോറും ഞെരുക്കമുണ്ടാകും, വേദന ഉണ്ടാകും, പ്രശ്നമുണ്ടാകും. പക്ഷേ അകന്നു പോകരുത്. അകന്നു പോകേണ്ട അവസ്ഥ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വരും. ഹല്ലേലൂയ. ആമേ. എന്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ടാ പറഞ്ഞേ, സ്തോത്രം. ആമേ. വേണ്ട കർത്താവേ, ഈ ശുശ്രൂഷ വേണ്ട എന്ന് പറഞ്ഞ് ആമേ 4 പ്രാവശ്യം സൂസൈഡിന് ശ്രമിച്ച ആളാ ഞാൻ. സ്തോത്രം. 4 പ്രാവശ്യം വേണ്ട കർത്താവേ എന്ന് പറഞ്ഞ്, ആമേൻ, മതി എന്ന് പറഞ്ഞു. കാരണം ഞെരുക്കം എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നു ദാസന്മാരെ, ആമേൻ, ഞാൻ അനുഭവിച്ച പോലെ വേദന ഇതിനകത്തുള്ള ഒരാൾ അനുഭവിച്ചിട്ടില്ല. ആമേൻ സ്തോത്രം. ഞാൻ അനുഭവിച്ചതുപോലുള്ള വേദന യേശുവിനെ അറിയുന്ന മുമ്പേ, ആമേൻ സ്തോത്രം, ഒത്തിരി സമ്പാദിക്കാനും ഒത്തിരി കാര്യത്തിൽ ഓടാൻ കഴിഞ്ഞു. പക്ഷേ യേശുവിനെ അറിഞ്ഞ ശേഷം, ഹല്ലേലൂയ, വന്ന് നേരിട്ട വേദന എന്ന് പറഞ്ഞാൽ പറയാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. പക്ഷെ ഒന്ന് പ്രത്യാശിക്കാനുണ്ട്, ഒരാളിനെ പോലും വിടാതെ യേശുവിലേക്കൊന്ന് അടുപ്പിക്കാൻ പറ്റി. അതാണ് ഈ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു തലം എന്ന് പറഞ്ഞാൽ, സ്വർഗത്തിലേക്കൊന്ന് അടുപ്പിക്കാൻ. ആമേൻ സ്തോത്രം. ഞാൻ ആവോളം നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒറ്റ കാര്യം ഇതാണ്. ഞാനിന്ന് മരിച്ചു പോയാൽ, ആമേൻ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, എന്റെ സന്ദേശം മരിച്ചാൽ നിന്ന് കേൾക്കാൻ കഴിയും, കേൾക്കാം. ഈ ലോകം നശിച്ച്, സകല ഇന്റർനെറ്റുകളും സകല സാറ്റലൈറ്റ് ചാനലുകളും നശിച്ചു പോകുന്നത് വരെയും എന്റെ ഈ പ്രസംഗം യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും സകല സോഷ്യൽ മീഡിയയിലും ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. ആമേൻ. ഇന്ന് നമ്മൾ പ്രസംഗിക്കുന്ന യേശു കർത്താവ് നമ്മുടെ നടുവിൽ ഇന്ന് രാത്രി ഉണ്ടെന്ന് വിശ്വസിക്കുന്നെങ്കിൽ, ആമേൻ, അന്നും നമ്മൾ ഈ പ്രസംഗിക്കുന്ന വചനം ഉണ്ടല്ലോ, ആ തലത്തിലും നിങ്ങളെപ്പോലെ നിങ്ങളുടെ തലമുറകൾ അന്ന് പറയും, ഇന്നൊരാള് ജീവിച്ചിരിപ്പുണ്ട്, ഇരുന്നിരുന്നു. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ ഒരു ദൈവദാസനെ ഒന്നെടുത്ത് പറയാം. ദിനകരൻ സാർ അറിയാമോ? ദിനകരൻ സാറിന് അറിയാമോ ആർക്കെങ്കിലും? ദിനകരൻ സാർ എന്ന് പറഞ്ഞ, ദിനകരൻ എന്ന് പറഞ്ഞ പ്രാർത്ഥന മനുഷ്യൻ. ഇന്നും അദ്ദേഹത്തിന് ഫോട്ടോ വച്ച് എല്ലാ ദിവസവും ആരാധിക്കുന്ന ആയിരക്കണക്കിന് പേരുന്നുണ്ട്. നമ്മുടെ കൊച്ചു കേരളത്തിനകത്ത് ഞാൻ കഴിഞ്ഞ ഒരു മീറ്റിങ്ങിന് പോകുമ്പോൾ അതിനകത്ത് ഒരു വലിയൊരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചിട്ട് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും അതിൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥന കഴിക്കുന്ന ആ കുടുംബത്തെ കണ്ടപ്പോൾ ഞാൻ അതിശയിച്ചു പോയി. സ്തോത്രം. എന്നാൽ തമിഴ്നാടിന്റെ ഭാഗത്തേക്ക് പോകുമ്പോൾ പല കുടുംബത്തിലും അദ്ദേഹത്തിന്റെ ഫോട്ടോ വെച്ചു. കാര്യം എന്നറിയാമോ? എന്തെന്നറിയാമോ? അന്ന് അദ്ദേഹം ആ കാലഘട്ടത്തിൽ അത്ര ശക്തനായ ഒരു പ്രഭാഷകനായിരുന്നു. ആമേൻ. ആയിരക്കണക്കിന് പേരെ കർത്താവിലേക്ക് അടുപ്പിപ്പാൻ ദൈവം ശക്തമായി ഉപയോഗിച്ചൊരു മനുഷ്യൻ. അതുപോലെ യോങ്കിച്ചോ, റെയ്നാർഡ് ബോങ്കെ,
ആമേൻ സ്തോത്രം ബെനിഹിൻ, ഇന്നൊക്കെ ആ പ്രവചനങ്ങൾ നിങ്ങൾ കേട്ട് ബലപ്പെടുന്നില്ലേ? ആമേ, അന്ന് ആ തലത്തിൽ ആമേ സ്തോത്രം പ്രൈസ് ദി ലോർഡ് ഒരു പ്രവാചകൻ ജീവിച്ചിരുന്നു, ഡേവിഡ്. അദ്ദേഹത്തിന്റെ പ്രസംഗം ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഞാൻ പറയുന്ന ഒരു കാര്യം മനസ്സിലായോ? നിങ്ങളാവോളം കർത്താവിന് വേണ്ടി പ്രവർത്തിക്കണം. നമ്മളിന്ന് മരിച്ചു പോയാലും നമ്മുടെ ശബ്ദം ആമേ കേട്ട് അനേകർ ദൈവത്തെ അറിയും. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ മലയാളത്തിൽ ആമേ ബൈബിൾ വായിച്ചു കഴിഞ്ഞു, ഇംഗ്ലീഷിൽ വായിച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ ഹിന്ദിയിൽ വായിക്കാൻ ആൾക്കാർ തപ്പിക്കൊണ്ടിരിക്കുക. സ്തോത്രം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ പാസ്റ്റർക്ക് എന്തോ ബുദ്ധിമുട്ടുണ്ട്. ഇല്ല, മലയാളം കേൾക്കുന്നവരുണ്ട്, ഇംഗ്ലീഷ് കേൾക്കുന്നവരുണ്ട്, ആമേ സ്തോത്രം ഹിന്ദി, ഏതെല്ലാം ഭാഷയുണ്ടോ ആ ഭാഷയിലെല്ലാം വായിച്ച് നിങ്ങൾ ആമേ അനേകർക്ക് ഇട്ടുകൊടുക്കുമ്പോ ഉണ്ടല്ലോ, ആമേ സ്തോത്രം കേട്ട് രക്ഷിക്കപ്പെടുന്ന ആയിരക്കണക്കിന് പേരുണ്ട്, നമുക്കറിയത്തില്ല. ഇന്ന് രാത്രിയിൽ ദൈവ പൈതലേ, നമ്മൾ കർത്താവിന് വേണ്ടി ചെയ്യുന്നതിന്റെ 1000 മടങ്ങ് ഫലമുണ്ടല്ലോ. നമ്മുടെ തലമുറയിൽ ദൈവം നീതിക്കായി കണക്കിടുമെന്നുള്ള കാര്യം ഇന്ന് രാത്രി മറന്നു പോകരുത്. നമ്മളെ ദൈവം ഏൽപ്പിച്ചത് നമ്മൾ ചെയ്യുമ്പോൾ, നമ്മെ കർത്താവ് ഏൽപ്പിക്കുന്നത് നമ്മൾ ചെയ്തു തുടങ്ങുമ്പോൾ, പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. സ്തോത്രം. ഹല്ലേലൂയ. നോക്കൂ, ആമേ ഒരു വാക്യം കൂടെ വായിച്ച് അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ കടന്നു വരുമ്പോ അവിടെ ആമേ സ്തോത്രം തന്റെ ഭക്തനായിരിക്കുന്ന മുമ്പേ ശൗലായിരുന്ന ഒരു മനുഷ്യൻ, നമുക്കറിയാം അദ്ദേഹത്തെ, നല്ല പരിചയമുള്ള മനുഷ്യനാ ഇല്ലേ സെബിനെ? ഇല്ലേ? അദ്ദേഹത്തെ നമുക്കറിയാം. അതെ, പിന്നെ അതേ നല്ലൊരു മനുഷ്യനാ. സ്തോത്രം. ആ മനുഷ്യനെ നമ്മളൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ അപ്പോസ്തല പ്രവൃത്തി 14-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോ, 14-ാമത്തെ അധ്യായം അതിന്റെ 17-ാമത്തെ വേദാംശത്തിലേക്കൊന്ന് വന്നേ. അതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. റിമാന വൈഡ രഗൽക്കനാദി. എങ്കിലും അവൻ നന്മ ചെയ്യുകയും ആകാശത്ത് നിന്ന് മഴയും ഫലപുഷ്ടിയുമുള്ള കാലങ്ങളും നിങ്ങൾക്ക് തരികയും ആഹാരവും സന്തോഷവും നൽകി നിങ്ങളെ തൃപ്തരാക്കുകയും ചെയ്തു പോന്നതിനാൽ തന്നെ കുറിച്ച് സാക്ഷ്യം തരാതിരുന്നിട്ടില്ല. ആമേൻ. ഇവിടെ നമ്മൾ വായിച്ച വാക്യം കേട്ടോ, എങ്കിലും അവൻ നമ്മെയും ആകാശത്ത് നിന്ന് മഴയും ഫലപുഷ്ടിയുള്ള കാലങ്ങളും പ്രൈസ് ദി ലോർഡ് നിങ്ങൾക്ക് ആമേ സ്തോത്രം തീരെയും ആഹാരവും സന്തോഷവും നൽകാനുള്ള തൃപ്തിയാക്കുകയും ചെയ്യുമ്പോൾ, നോക്കൂ, ദൈവം നമുക്ക് തരുന്ന നന്മകൾ എന്ന് പറഞ്ഞാൽ ചെറുതല്ല, വലിയ നന്മകളാ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ചെറുതിൽ കയറി പിടിച്ചുകൊണ്ടിരിക്കുക. നോ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ആമേൻ ആ തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി വിജയ് പറഞ്ഞൊരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും അല്ലേ? ഇപ്പോഴാണ് ആൾക്കാർ പുറത്തുവിടുന്നത്. അദ്ദേഹത്തിനെ സിനിമാ ലോകത്തുനിന്ന് ഏറ്റവും ബാക്കിലോട്ട് തള്ളിയ ഒരു മനുഷ്യനാ. എന്താ? ഭംഗിയില്ല, കറുത്തൊരു മനുഷ്യൻ, കരിക്കട്ട പോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ഏത് വേദിയിൽ വെച്ച് തള്ളും. അപ്പോൾ ഒരു വേദിയിൽ മുൻനിരയിൽ ഇദ്ദേഹത്തെ ഇരുത്തുമെന്ന് ആഗ്രഹിച്ചിട്ട് ഇദ്ദേഹത്തെ ഏറ്റവും പുറകെ കൊണ്ടിരുത്തി. അവിടെ അടുത്തിരുന്ന ആളിനോട് പറഞ്ഞ ഇങ്ങനെയാ, ഞാൻ മുഖ്യമന്ത്രിയാകുമെന്ന്. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ എന്ത് ചെയ്യും? മുഖ്യമന്ത്രിയാകും. അപ്പോ ആ കസേരയിൽ ഞാൻ ഇരിക്കും. അല്ല, വെറുതെ പറഞ്ഞ വാക്കല്ല പുള്ളി. ഹൃദയത്തിനകത്തുള്ള വേദനയാണ് അത് പുറത്തു വന്നത്. ഇന്ന് കണ്ടോ? സ്തോത്രം. മാതൃകയുള്ള ഒരു മന്ത്രിയായത് കണ്ടോ? ആ മാതൃകയുള്ള മന്ത്രിയെ പിൻപറ്റി ആമേ സ്തോത്രം ഇന്ന് കാര്യങ്ങൾ ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. അപ്പോൾ ശ്രദ്ധിക്കൂ, പരിശുദ്ധാത്മാവിന്റെ നിയോഗപ്രകാരം ഒരു ദൈവ പൈതൽ ഇന്ന് രാത്രി നിൽക്കുമെങ്കിൽ ഉറപ്പായിട്ടും അന്ന് നമ്മൾ നിസ്സാരമായി പറഞ്ഞ കാര്യം, സ്തോത്രം, ഇന്ന് അദ്ദേഹത്തിന്റെ വായിൽ കൂടെ തന്നെ പലയിടത്തും പറഞ്ഞു. സ്തോത്രം. ഞാനൊരു കാര്യം പറയട്ടെ, ദൈവമക്കൾ പറയുന്ന കാര്യം ചെറുതല്ല. കമല സിസ്റ്ററെ, ചെറിയ കാര്യമല്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ചെറിയ കാര്യം അല്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സരി സിസ്റ്ററെ, ചെറിയ കാര്യമല്ല. ആമേൻ. രാജ സിസ്റ്ററെ, ചെറിയ കാര്യമല്ല. രമ്യ സിസ്റ്ററെ, ചെറുതല്ല. ആമേൻ. എന്താണെന്നറിയാമോ? നമ്മൾ പലപ്പോഴും പറയാൻ മടിക്കുന്നു. നടക്കുമോ? നടക്കും. ആമേൻ.
ജീവനും മരണവും നമ്മുടെ നാവിന്റെ തുമ്പത്താ. ഹല്ലേലൂയ. അനുഗ്രഹവും ശാപവും നമ്മുടെ നാവിന്റെ തുമ്പത്താ. നമ്മൾ പറയുമ്പോൾ ദൈവം ചെയ്യും. ആമേൻ. നോക്കൂ, പ്രൈസ് ദി ലോർഡ്. എങ്കിലും അവൻ ആമേൻ പ്രൈസ് ദി ലോർഡ് നന്മ ചെയ്യുകയും. അപ്പൊ എന്താ ചെയ്യണ്ടേ? നന്മ. ആമേൻ. ഇന്ന് ചെയ്യുന്നതിന്റെ 100 മടങ്ങ് ദൈവം നമുക്ക് തരും. സ്തോത്രം. ദൈവവേലയ്ക്ക് വേണ്ടി ആരെങ്കിലുമൊക്കെ കൈ തുറന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ കുറിച്ചു വച്ചോ, ദൈവം അതിന്റെ 10 മടങ്ങ് നിങ്ങൾക്ക് തരും. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് ഒരാളുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞിങ്ങനെയാ, ആമേൻ, മെഡിക്കൽ ഫീൽഡ് എല്ലാം എന്തെന്നറിയാം, ബിസിനസ് മേഖലയാ. ഇന്നെല്ലാം ചികിത്സ കാർഡുകളും മറ്റു കാര്യങ്ങളും. ഞാനൊരു കാര്യം പറഞ്ഞു, ദൈവമേ ആമേൻ, നമുക്കൊന്നും അങ്ങനെ ഒരു ചാൻസ് ദൈവം ഒരുക്കിയില്ലല്ലോ. സ്തോത്രം. ആമേൻ. ദൈവം ഇതിലെ ഒരിക്കലും ആശുപത്രി പോകാൻ നിങ്ങൾ ആഗ്രഹിക്കരുത്. ആമേൻ. ഒരിക്കലും ആഗ്രഹിക്കരുത്. കാരണം കച്ചവടശാലകളാ. സ്തോത്രം. ആമേൻ. പീസാക്കി ഇറച്ചി കഷ്ണ കടകളിൽ ചെല്ലുന്നത് പോലെ ഏത് ഭാഗമാണ്, ഓരോ ഭാഗത്തിനും ഓരോ റേറ്റാ. ഇന്ന് രാത്രി മനസ്സിലാക്കണം, കർത്താവ് നമ്മെ സ്നേഹിക്കുന്നത്. നോക്കേ, എങ്കിലും അവൻ നന്മ ചെയ്യുകയും ആകാശത്ത് നിന്ന് മഴയും ഫലപുഷ്ടിയുള്ള കാലങ്ങളും നിങ്ങൾക്ക് ആമേൻ സ്തോത്രം തിരികെയും അവൻ എന്ത് ചെയ്യും? ആമേൻ, അവൻ തരിക തന്നെ ചെയ്യും. എന്ത് ചെയ്താ? നന്മ ചെയ്താൽ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി, ദൈവകാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പുറപ്പെട്ട് കഴിയുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി കാര്യങ്ങൾ ഭംഗിയായി ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇന്ന് എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ പറ്റും? ഹല്ലേലൂയ. ഇവിടെ നമ്മൾ വായിച്ചു വന്ന കുറിവാക്യം ഇതാണ്. ആമേൻ. സ്തോത്രം. മനുഷ്യപുത്ര, മിസ്രയീം രാജാവായ ഫറവോന്റെ ഭുജത്തെ ഞാൻ ഒടിച്ചിരിക്കുന്നു. അത് ആമേൻ വാൾ പിടിക്കുവാൻ തക്കവണ്ണം ശക്തി പ്രാപിക്കേണ്ടതിന് അത് ആമേൻ അതിന് ആമേൻ മരുന്ന് വച്ച് കെട്ടിയില്ലെങ്കിലും ചികിത്സിച്ചാലും ഇനി ഒരു ഫലവുമില്ല. സ്തോത്രം. ഇനി എന്തൊക്കെ ചെയ്താലും ദൈവം ഒടിച്ചാൽ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, അതിനകത്ത് ഇനി ആരെല്ലാം കൈവച്ചാലും അത് ഒരു പ്രയോജനമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം ഒന്നിനെ ഒടിച്ചാൽ, ഇന്ന് രാത്രി ദൈവം ഇതിനെ നിനക്ക് നേരെ, കുടുംബത്തിന് നേരെ, തലമുറയ്ക്ക് നേരെ, ഉയർച്ചയ്ക്ക് നേരെ ഇനി എന്തെല്ലാം ശത്രു പ്ലാൻ വരച്ചു വച്ചാലും അതിനകത്ത് ദൈവപ്രവൃത്തി ഇന്ന് രാത്രി വെളിപ്പെടാൻ പോകുന്നു. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 3-ാമത്തെ അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യത്തിലേക്ക് വരുന്നു. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 3-ാമത്തെ അധ്യായം അതിന്റെ 13-ാമത്തെ വേദാംശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിരിക്കുന്നു. ആമേ 13-ന്റെ ആമേ സ്തോത്രം 3-ന്റെ 13, 3-ാമത്തെ അധ്യായം 13-ാം വാക്യം. യഹോവയോട് നീ ദ്രോഹം ചെയ്തു, പച്ചമരത്തിൻ കീഴിലൊക്കെയും അന്യന്മാരോട് ദുർമാർഗമായി നടന്നതും എന്റെ വാക്ക് കേട്ട് അനുസരിക്കാതെ ഇരുന്നതുമായ നിന്റെ അകൃത്യം സമ്മതിക്കുക മാത്രം ചെയ്യുക എന്ന് യഹോവയുടെ അരുളപ്പാട്. ആമേൻ, 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 ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നിന്റെ ദൈവമായ യഹോവയോട് നീ എന്ത് ചെയ്യും? ദ്രോഹം ചെയ്ത് പച്ചമരത്തിന് കീഴിലൊക്കെയും അന്യദേവന്മാരുടെ ദുർമാർഗമായി നടത്തും. എന്റെ വാക്ക് കേട്ടനുസരിക്കാതെ ആമേ സ്തോത്രം ഇരുന്ന് ആമേ നോക്കിയേ, ദൈവത്തിന്റെ മുൻപിൽ, ദൈവസഭയുടെ മുൻപിൽ യിരെമ്യാ പ്രവാചകൻ വ്യക്തമായി പറയുന്ന ഒരു ദൂത്, പ്രൈസ് ദി ലോർഡ്, പലപ്പോഴും വെട്ടിക്കളഞ്ഞതിനെല്ലാം നുള്ളിപ്പറയി കൊണ്ടുവന്ന ദൈവത്തിന് വിരോധമായി പിന്നെയും കൊണ്ട് സ്ഥാപിച്ചു വച്ചിരിക്കുക. ആമേൻ. എന്ത് ചെയ്യണം? ദുർമാർഗത്തെ വിടണം. സ്തോത്രം. ആമേൻ. ഇന്ന് മനുഷ്യന് എത്രത്തോളം വിടുതലിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷെ ദൈവാത്മാവ് ഇന്ന് രാത്രി അത് ശക്തമായി വിളിച്ചു പറയുന്ന ഒരു ദൂത്, ആമേൻ സ്തോത്രം, ദൈവവൈതലേ, നിന്റെ ദൈവമായ യഹോവയുടെ നീ എന്തിരിക്കുന്നു? ദ്രോഹം ചെയ്തു. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ രാത്രി അങ്ങനെ ദ്രോഹം ചെയ്തത് ആരും ഇതിനകത്തില്ല. പക്ഷെ വചനം പറയുന്നു ദ്രോഹം ചെയ്തു എന്ന്. ആമേൻ. വെളിപ്പാടുകാരൻ പറയുന്നു ദ്രോഹം ചെയ്തു എന്ന്. പ്രൈസ് ദി ലോർഡ്.
ആമേൻ. നോക്കൂ, അടുത്ത് നിങ്ങൾ വായിക്കൂ. അതിന്റെ 15-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. 15-ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് വന്നേ. ഞാൻ നിങ്ങൾക്ക് എന്റെ മനസ്സിലൊത്ത ഇടയന്മാരെ നൽകും, അവർ നിങ്ങളെ ജ്ഞാനത്തോടും ബുദ്ധിയോടും കൂടെ മേയ്ക്കും. നോക്കിക്കേ, ഞാൻ നിങ്ങൾക്ക് എന്റെ ആമേൻ സ്തോത്രം, എന്റെ മനസ്സിനകത്ത് ഞാൻ മനസ്സിലാക്കിയ, ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട, ഞാൻ നയിക്കപ്പെട്ട, ഞാൻ അയക്കപ്പെട്ട എന്റെ ഇടയന്മാരെ എന്ത് ചെയ്യും? നൽകും. അവർ നിങ്ങളെ ജ്ഞാനത്തോടും ബുദ്ധിയോടും കൂടെ മേയ്ക്കും. ഒരാട് തെറ്റിയാൽ അതിന് ഉത്തരവാദിത്തം ആരെന്നറിയാമോ? ഇടയനാ. ഒരു വിശ്വാസി പള്ളിയിൽ കുറഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്തം ആരെന്നറിയാമോ? ഇടയനാ. സ്തോത്രം. പിന്നെ എത്ര അടിച്ചിട്ടും ആമേൻ പോകാത്ത ആടുകളുമുണ്ട്. അതിന് ഇടയന്മാരെ പറഞ്ഞിട്ട് കാര്യമില്ല. സ്തോത്രം. ഇന്ന് രാത്രി പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഇടയന്മാരെ നൽകും. അവർ നിങ്ങളെ ജ്ഞാനത്തോടും ബുദ്ധിയോടും കൂടെ മേയ്ക്കും. സ്തോത്രം. മേയ്ക്കുന്ന ഇടയന്മാർ, കെട്ടിയിടുന്ന ഇടയന്മാരല്ല, പറ, മേയ്ക്കുന്ന ഇടയന്മാർ. ചില ഇടയന്മാർ കെട്ടിയിടും. ഇവിടെ മാത്രമേ നീ പ്രാർത്ഥിക്കാവൂ, ഇവിടെ മാത്രമേ വരാവൂ, ഒരു ഉണർവയോഗത്തിനും പോകരുത്, എന്തിനാ നീ പഠിക്കുന്നേ, പഠിച്ചിട്ട് ഇനി എന്തെടുക്കാനാ, ഇതൊക്കെ ചോദിക്കുന്ന ഇടയന്മാർ കെട്ടിയിടുന്ന ഇടയന്മാരാ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവം അയക്കുന്ന ഇടയന്മാരുണ്ട് കേട്ടോ. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും കൂടെ ഇരുന്ന് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഇടയന്മാരുണ്ട് കേട്ടോ. അവരാണ് ജ്ഞാനത്തോടെ. പ്രൈസ് ദി ലോർഡ്. ഒരു ദിവസം ഇടയൻ, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ആമേൻ, അവിടെ ഇല്ലെങ്കിൽ പോലും ആരാധന നയിക്കാൻ ചിലരെ ദൈവം എന്ത് ചെയ്യും? അതിനകത്തുനിന്ന് കർത്താവ് തെരഞ്ഞെടുക്കപ്പെട്ട, കർത്താവിനാൽ നയിക്കപ്പെട്ട ദൈവരാജ്യത്തിന്റെ കൂട്ടവകാശികളായി തീരുവാനുള്ള ചില വിശ്വാസ കുടുംബങ്ങളെ കർത്താവ് ഈ കാലഘട്ടങ്ങൾക്കകത്ത് നമ്മുടെ സഭയ്ക്കകത്ത് നൽകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നമ്മുടെ സഭകളിൽ ആരാധനകൾ ഉയരണം, ഉപവാസങ്ങൾ ഉയരണം, അഭിഷക്തന്മാർ ആലയത്തിലേക്ക് കയറണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആരാധനകൾ വെളിപ്പെടണം, ഉത്സവങ്ങൾ ആചരിക്കണം. ഇതെല്ലാം പ്രമാണത്തിനകത്തുള്ളതാ. ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതിഥി സൽക്കാരങ്ങളൊന്നും മറന്നു പോകരുത്. ഭവനങ്ങൾക്കകത്ത് ഉപവാസങ്ങൾ നടക്കണം. മാസത്തോറുള്ള ചടങ്ങായിട്ടല്ല, ഉപവാസങ്ങൾ നടക്കണം. ആത്മീകത്തിൽ നിൽക്കുന്ന വ്യക്തികൾ ഉപവസിക്കണം മുഴങ്കാലിൽ. സ്തോത്രം. ആമേൻ. ദൈവ പൈതലേ, ഒരു വാക്കും കൂടെ വായിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 46-ാമത്തെ അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യത്തിലേക്ക് വരുന്നു. 46-ന്റെ 11. ഗിലെയാദിൽ ചെന്ന് തൈലം വാങ്ങുക, നീ വളരെ ഔഷധം പ്രയോഗിക്കുന്നത് വെറുതെ, നിനക്ക് രോഗശാന്തി ഉണ്ടാകുകയില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് നോക്കൂ, ഇവിടെ നോക്കൂ. ഇവിടെ പറയുന്നത് ഗിലെയാദിൽ ചെന്ന് തൈലം വാങ്ങുക, നീ വളരെ ഔഷധം ഉപയോഗിക്കുന്നത് വെറുതെ, നിനക്ക് രോഗശാന്തി ഉണ്ടാകുകയില്ല. സ്തോത്രം. വില കൊടുക്കണം. വില. സ്തോത്രം. ആമേൻ. വില കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന് രാത്രി വിടുതൽ ഉറപ്പ്. ഗിലെയാദിൽ ഒരു വൈദ്യശാലയുണ്ട്, ഗിലെയാദിൽ ഒരു വൈദ്യനുണ്ട്, ഗിലെയാദിൽ ഒരു മനുഷ്യനുണ്ട്. അവിടെ തൈല നദിയുണ്ട്. ആ തൈല നദിക്കകത്ത് വിടുതൽ വ്യാപരിക്കുന്നുണ്ട്. ഈ തൈല നദി നിന്റെ കുടുംബത്തിനകത്തുനിന്ന് രാത്രി ഒഴുകിയെത്തട്ടെ.